മധ്യപ്രദേശിലെ ഇൻഡോറിലെ രുക്മിണി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് 45 വയസ്സുള്ള ജ്യോതി പ്രസാദും ആളുടെ ഭാര്യയായിട്ടുള്ള 43 വയസ്സുള്ള നീലം ശർമ്മയും താമസിച്ചിരുന്നത്. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഏകദേശം 20 വർഷമായിട്ട് അവിടെ തന്നെയായിരുന്നു കേട്ടോ അവർ താമസിക്കുന്നുണ്ടായിരുന്നത്. അവർക്ക് 2 വീടുകളുണ്ട്. ഒരു വീടാണെന്നുണ്ടെങ്കിൽ 2 നില വീടാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു നിലയായിട്ടുള്ള വേറൊരു വീട് കൂടെ ഉള്ളത്. അപ്പോൾ ഈ 2 നില വീട്ടിലായിരുന്നു ഇയാളും ഇയാളുടെ ഫാമിലിയും താമസിച്ചിരുന്നത്. ആൾക്ക് 2 മക്കളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഋഷഭ് ശർമ്മ എന്നായിരുന്നു ആളുടെ മൂത്ത മകന്റെ പേര്. രണ്ടാമത്തത് ഒരു മകളായിരുന്നു, അനിത ശർമ്മ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ഇവരുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഇവർ വാടക കൊടുത്തേക്കായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ രണ്ടാമത്തെ വീടുണ്ടല്ലോ, ഇതിന്റെ തൊട്ടടുത്തുള്ള വീട്, ആ വീട്ടിൽ ഇയാളുടെ പാരൻസ് ആയിരുന്നു താമസിച്ചിരുന്നത്. ജ്യോതി പ്രസാദിന്റെ അച്ഛന്റെ പേര് ഹരിഹര പ്രസാദ് എന്നായിരുന്നു. ശ്രീദേവി ശർമ്മ എന്നായിരുന്നു ആളുടെ അമ്മയുടെ പേര്. കാര്യം ഇവർ 2 വീടുകളിലായിരുന്നു താമസിച്ചിരുന്നെന്നുണ്ടെങ്കിലും ഫുഡൊക്കെ ഈ ഒരു ജ്യോതി പ്രസാദിന്റെ വീട്ടിലായിരുന്നു. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും ജ്യോതി പ്രസാദിന്റെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. ജ്യോതി പ്രസാദ് സ്പെഷ്യൽ ആംഡ് ഫോഴ്സിലെ 15th ബറ്റാലിയനിലെ ഒരു പോലീസ് ഓഫീസർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളും പോലീസിൽ തന്നെയായിരുന്നു. റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ പെൻഷനൊക്കെ വാങ്ങി വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇവരുടേത് ഒരു പോലീസ് ഫാമിലി തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ഏരിയയിൽ നല്ല റെപ്യൂട്ടേഷനൊക്കെ ഇവരുടെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. ഈ ജ്യോതി പ്രസാദിന്റെ മകന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ ഡെറാഡൂണിൽ നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. മകളായിട്ടുള്ള അനിത ഇവരുടെ 2 പേരുടെയും കൂടെ തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അവരുടെ ഒരു റൊട്ടീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അവർ നേരത്തെ എഴുന്നേറ്റതിന് ശേഷം അവർ നായുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ ആ ഒരു നായനെയും കൊണ്ട് ഇങ്ങോട്ട് വാക്കിങ്ങിന് പോകുന്നത് ഈ ഒരു അനിതയുടെ പതിവ് പരിപാടിയായിരുന്നു. പിന്നെ ഇവരുടെ വീടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ CCTVയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നുണ്ടായിരുന്നു. അതായത് അത്യാവശ്യം സെക്യൂർഡ് ആയിട്ടായിരുന്നു ആ ഒരു വീടും കാര്യങ്ങളൊക്കെ അവർ നോക്കിയിരുന്നത്. പിന്നെ ഈ ഒരു ജ്യോതി പ്രസാദിന് 5 സഹോദരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആളെയും കൂടെ കൂട്ടിയിട്ട് 6 പേര്. അപ്പോൾ ആളായിരുന്നു ഏറ്റവും മൂത്തത് കേട്ടോ. ആൾക്കൊരു അനിയനും അതുപോലെ തന്നെ 4 അനിയത്തിമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അനിയന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് ഇതേപോലെ തന്നെ ഡൽഹിയിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആളുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. അതേപോലെ തന്നെ ആളുടെ സിസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് പോയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2020 കൊറോണ വരുന്നത്. അപ്പോൾ സ്കൂളും കോളേജും ഒക്കെ അടച്ചു. അതുകൊണ്ട് തന്നെ ഋഷഭ് എന്ന് പറയുന്ന അവരുടെ മകൻ നേരെ ഒരു ഇൻഡോറിലോട്ട് വരികയാണ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിരുന്നില്ല ആ പയ്യൻ താമസിച്ചിരുന്നത്. തൊട്ടടുത്ത വീട്ടിലുള്ള മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയായിരുന്നു. ആ പയ്യന് കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 16, 2020 ആസ് യൂഷ്വൽ മുത്തശ്ശനും മുത്തശ്ശിയും പേരക്കുട്ടിയും കൂടെ ജ്യോതി പ്രസാദിന്റെ വീട്ടിലോട്ട് പോയിട്ട് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങായിട്ട് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് വന്നിങ്ങേറ്റ് കിടന്നുറങ്ങിയതായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ആ ഒരു നീലം ശർമ്മ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊണ്ടുവരും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വിളിക്കും. അതായിരുന്നു പതിവ്. എന്നാൽ ഡിസംബർ 17 കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിയായിട്ടും ചായയും കൊണ്ട് നീലം ശർമ്മ വന്നുമില്ല. അതേപോലെ തന്നെ അവരുടെ അനക്കവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. അവർ നേരെ തന്നെ അങ്ങോട്ട് പോയി നോക്കുകയാണ്. അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുന്നു. അതേപോലെ തന്നെ അവിടെ ഫ്രണ്ട് ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുന്നു. പിന്നെ ആ ഒരു വീട്ടിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് 2 ഡോറുണ്ട്. ഒരെണ്ണം ഫ്രണ്ടിലെ മെയിൻ ഡോറും പിന്നെ ഒരെണ്ണം അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഒരു സ്റ്റെയർ ഉണ്ട്. സ്റ്റെയറിൻ്റെ സൈഡിലുള്ള ഒരു ഇരുമ്പിൻ്റെ ഡോറും ആയിരുന്നു. ആ ഒരു ഡോറ് നോക്കിയപ്പോൾ അതും ലോക്ക്ഡ് ആയിരുന്നു. അങ്ങനെ അവർ നേരെ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്. അങ്ങനെ ഹരിഹര പ്രസാദ് തൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ഋഷഭിനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുകയാണ്. എന്നിട്ട് അവിടെ എന്താണെന്നുള്ളത് നോക്കാനായിട്ട് പറയാണ്. ഉറക്കച്ചടവിൽ ഈ ഒരു പയ്യൻ നേരെ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി ആ ഗ്രില്ലിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെ ചാടി അകത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു എന്താ പറയുക സ്റ്റെയറിൻ്റെ സൈഡിലുള്ള ഇരുമ്പ് ഡോറിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിലൂടെ ഏന്തി വലിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹാളും അതേപോലെ തന്നെ റൂമിൻ്റെ ചെറിയൊരു പോർഷനും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പയ്യൻ ആ ഒരു ഗ്രില്ല് ചാടിയിട്ട് നേരെ ആ ഒരു പൊസിഷനിലൂടെ ഇങ്ങനെ അകത്തോട്ട് നോക്കിയായിരുന്നു, വീടിൻ്റെ അകത്തോട്ട്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച ആ പയ്യൻ കാണുന്നത്. ഉടനെ തന്നെ അവിടെ നിന്ന് ആ ഒരു പയ്യൻ ഇറങ്ങി നേരെ പുറത്തോട്ട് വന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ ലോക്ക് തല്ലിപ്പൊളിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് മെയിൻ ഡോറിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ തല്ലിപ്പൊളിച്ചു. അതിനുശേഷം ഇവർ 3 പേര് കൂടെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ അതിക്രൂരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇവർ 3 പേരും കണ്ടത്. അതായത് ജ്യോതി പ്രസാദും അതുപോലെ തന്നെ നീലം ശർമ്മയും ഒരുപാട് കുത്തുകളേറ്റ് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇത് കണ്ട് ജ്യോതി പ്രസാദിൻ്റെ അമ്മ അവിടെ തലയിറങ്ങി വീഴുകയാണ്. അവരാകെപ്പാടെ ഷോക്കായി. നൈബേഴ്സും കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു. ഈ ഒരു ഷോക്കിൽ ഉടനെ തന്നെ ആ ഒരു പയ്യൻ തൻ്റെ ചെറിയച്ഛനെ വിളിച്ച് കാര്യം പറയുകയാണ്. അതേപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിച്ചു. അപ്പോൾ മരിച്ചതൊരു പോലീസ് ഓഫീസറും ആളുടെ ഭാര്യയുമാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തുകയാണ്. ഫോറൻസിക് ടീം, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്തു.
ആദ്യം തന്നെ പോലീസുകാർ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടായിരുന്ന വാടകക്കാരോട് ചോദിക്കുകയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ക്ലൂവും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് ഇവരെ രണ്ടുപേരെയും ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്? എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത്? അപ്പോൾ മധ്യപ്രദേശിനെ തന്നെ ഞെട്ടിച്ച ഒരു പോലീസുകാരൻ്റെയും ഭാര്യയുടെയും കൊലപാതകത്തിന്റെ കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റസിൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ട് വീടും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ലോക്കറിൽ നിന്നും പണവും അതുപോലെ തന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ മിസ്സായതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഒരു റോബറി ആയിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ള ഒരു അസംഷനിലോട്ട് പോലീസുകാർ പോവുകയാണ്. ബട്ട് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല. അപ്പോൾ അവിടെ CCTV കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് പോലീസുകാർ ചിന്തിച്ചു. അങ്ങനെ ആ CCTVയുടെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് അവർ നോക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പാസ്വേഡ് എന്താണെന്നുള്ളത് ജ്യോതി പ്രസാദിൻ്റെ മകനായിട്ടുള്ള ഋഷഭിൻ്റെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ്. എന്നാൽ ആ ഒരു പയ്യന് പാസ്വേഡ് അറിയില്ലായിരുന്നു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ആൾ വല്ല ഡയറിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കലണ്ടറിലോ ഒക്കെ ഇങ്ങനെ പാസ്വേഡും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്, അവിടെ നോക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന ഡയറിയും കാര്യങ്ങളും എല്ലാം പരിശോധിക്കുകയാണ്. അതേപോലെ തന്നെ കലണ്ടറും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു കലണ്ടറിൽ ഇത്തരത്തിൽ പാസ്വേഡ് എഴുതിയിട്ടുണ്ടായിരുന്നതായിട്ട് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ ഒരു പാസ്വേഡ് അടിച്ചത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 15-ാം തീയതി വരെയുള്ള ഫുട്ടേജ് മാത്രമേ ഉള്ളൂ. അതായത് 16-ാം തീയതിയിലത്തെയും 17-ാം തീയതിയിലത്തെയും ഫുട്ടേജും കാര്യങ്ങളും അതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പോലീസുകാർ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് പൊളിഞ്ഞ 3 മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള നിലയിലും ലഭിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ ഡിസംബർ 15-ാം തീയതി സംശയിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ആ ദിവസത്തെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ അരിച്ചു പറക്കുകയാണ്. എന്നാൽ അതിൽ നിന്നും യാതൊരു ക്ലൂവും പോലീസിന് ലഭിച്ചില്ല. പിന്നെ ഇവരുടെ വീടിരിക്കുന്ന സ്ട്രീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രീറ്റിൽ മെയിനായിട്ട് CCTV ഉള്ളത് ഇവരുടെ വീട്ടിലാണ്. പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് CCTVസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് മെയിൻ റോഡിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലും മെയിൻ റോഡിലൊക്കെ ഉള്ള ഒരുപാടധികം CCTV വിഷ്വൽസും പോലീസുകാർ എടുക്കുകയാണ്. ഏകദേശം 400ഓളം CCTVയിൽ നിന്നുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പോലീസുകാർക്ക് ഒരു തുമ്പും കണ്ടെത്താനായിട്ട് അപ്പോൾ സാധിച്ചില്ല. അങ്ങനെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അപ്പോൾ പോലീസിന് മനസ്സിലായി ഈ ഒരു കൊലപാതകം നടന്നിട്ട് ഏകദേശം 4-5 മണിക്കൂറേ ആയിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെളുപ്പിനൊരു 4-നും 5-നും ഇടയിലാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ നൈബേഴ്സിനോടും അതേപോലെ തന്നെ മുകളിൽ താമസിക്കുന്നവരോടും ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും പോലീസുകാർ ആരെങ്കിലും ഇതിനു മുൻപ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ, ആരായിരിക്കും ഇത് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജ്യോതി പ്രസാദും ഒരു പയ്യനുമായിട്ട് ഒരു 2-3 ദിവസത്തിന് മുൻപ് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നെന്നും ആ ഒരു പയ്യനെ ജ്യോതി പ്രസാദ് എന്താ പറയുക റോട്ടിലിട്ട് അടിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ അടുത്ത് അവർ പറയുകയുണ്ടായി. അങ്ങനെ ഋഷഭിൻ്റെ അടുത്ത് ആരാണ് ആ പയ്യൻ എന്നുള്ളത് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ഋഷഭിന് ആ ഒരു പയ്യൻ ആരാണെന്നുള്ളത് അറിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ അടുത്ത് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ഈ സ്ട്രീറ്റിൽ തന്നെയാണ്. വൈഭവ് എന്നാണ് ആ ഒരു പയ്യൻ്റെ പേരെന്നുള്ളത് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ നേരെ വൈഭവിൻ്റെ വീട്ടിൽ പോയി എന്നിട്ട് മറ്റേ പയ്യനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ ധനഞ്ജയ് എന്നാണ് ആ ഒരു പയ്യൻ്റെ പേരെന്നും അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിയിട്ടാണ് ആ പയ്യൻ്റെ വീടെന്നും പോലീസിന് മനസ്സിലായി. നേരെ തന്നെ പോലീസുകാർ ആ ഒരു പയ്യൻ്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അവിടെ പോലീസിനെ കാത്തിരുന്നത് അടുത്ത ട്വിസ്റ്റ് ആയിരുന്നു. അവിടെ ആ ഒരു ധനഞ്ജയ് ഉണ്ടായിരുന്നില്ല. ആ പയ്യൻ്റെ പാരൻസിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം വെളുപ്പിനൊരു 3:30 ടൈമൊക്കെ ആയപ്പോൾ ഏതോ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അവൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചൊരു 5 മണി വെളുപ്പിന് 5 മണി ടൈമൊക്കെ ആയപ്പോൾ ആ ഒരു പയ്യൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് ആ പയ്യൻ്റെ ബൈക്ക് എടുത്ത് പോയി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നവരുടെ അടുത്ത് ചോദിക്കുകയാണ്, അൺയൂഷ്വൽ ആയിട്ടുള്ള വല്ല സൗണ്ടോ കാര്യങ്ങളോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ജ്യോതി പ്രസാദും ആളുടെ വൈഫും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിയായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. രാവിലെ ഒരു 4 മണി ടൈമിൽ അവിടെ നിന്ന് എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ ആ സൗണ്ടൊന്നും കേട്ടില്ല എന്നുള്ള കാര്യം കൂടെ അവർ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നെ പോലീസുകാർ നോക്കുന്ന സമയത്ത് അവിടെ 3 പേരുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിൽ 2 പേര് മരിച്ചു. ഇനിയുള്ളത് അവിടുത്തെ മകളായിട്ടുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 10-16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് ഈ ഒരു വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയും പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു വീട് മുഴുവൻ അവർ അരിച്ചു പറക്കുകയാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇനിയിപ്പോൾ കില്ലേഴ്സ് എങ്ങാനും അനിതയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ജ്യോതി പ്രസാദിൻ്റെ അച്ഛൻ ഒരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുന്നത്.
ആള് ഏകദേശം ഒരു 4:30 ടൈമൊക്കെ ആയപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആളങ്ങനെ എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുറത്താരോ നടക്കുന്ന ഒരു സൗണ്ട് ആൾ കേൾക്കുകയാണ്. അപ്പോൾ ജനലിലൂടെ നോക്കുമ്പോൾ തൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള അനിത ആ ഒരു ഡോഗിനെയും കൊണ്ട് വാക്കിനിറങ്ങിയേക്കാണ്. അപ്പോൾ അതിരാവിലെ ആ ഒരു ടൈമിൽ ആ തണുപ്പത്ത് അങ്ങനെ വാക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ ഈ മുത്തശ്ശൻ പറഞ്ഞു, നീ എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആ ഒരു പെൺകുട്ടി തിരിച്ച് നേരെ വീട്ടിലോട്ട് കയറി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നൈബേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് ഏകദേശം ഒരു 5:30-5:45 ടൈമിൽ ഈ അനിത ഡോഗിനെയും കൊണ്ട് വാക്കിനിറങ്ങിയതായിട്ട് അവരും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മർഡർ നടന്നിരിക്കുന്നത് 4-നും 5-നും ഇടയിലാണ്. ഈ ടൈമിലൊക്കെ അനിതയെ പല ആളുകളും കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു കേസിൽ പോലീസിന് മുഴുവനായിട്ടുള്ള സംശയം നേരെ അനിതയുടെ മേലോട്ട് തിരിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. പോലീസുകാർ നോക്കുമ്പോൾ അനിതയും മിസ്സിംഗ് ആണ്, ധനഞ്ജയും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ വല്ല കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം പോലീസുകാർ ചെക്ക് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഈ അനിതയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ അറൗണ്ട് ഒരു കഴിഞ്ഞ ദിവസം 10 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ഈ ധനഞ്ജയുടെ ഫോണും ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപെങ്ങാനും ഇവർ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസുകാർ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവർ തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. സോ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളൊരു ചിന്ത പോലീസിനുണ്ടായി. അങ്ങനെ പോലീസുകാർ അനിതയുടെ മുറിയും മറ്റും പരിശോധിച്ചപ്പോൾ അവർക്ക് അവിടെ നിന്നൊരു ഡയറി ലഭിക്കുകയാണ്. അവർ ഡയറിയിൽ എഴുതിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും എന്നും മടിയാണ്, ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാനിവിടെ നിന്ന് പോകുകയാണ്, എന്നെ അന്വേഷിക്കേണ്ട എന്നുള്ളതായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ധനഞ്ജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പയ്യനൊരു ലെറ്റർ എഴുതി വെച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പേരൻസ് പോലീസിൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ ഒരു പെൺകുട്ടിയുടെ കൂടെ പോവുകയാണ്, എന്നെ അന്വേഷിക്കേണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പോലീസിന് ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇവരുടെ ക്ലോസ് ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം ചിന്തിച്ച പോലീസുകാർ ഇവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും ഫോണും കാര്യങ്ങളും ഒരു അണ്ടർ സർവൈലൻസിൽ വെക്കുകയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പോലീസുകാർ പ്രതീക്ഷിച്ചത് സംഭവിക്കുകയാണ്. ധനഞ്ജയുടെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പറിലോട്ട് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരികയാണ്. പോലീസുകാർ ആ ഒരു കോളും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് രാജസ്ഥാൻ ബോർഡറിൽ നിന്നാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലായി. അതേപോലെ തന്നെ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തിയെന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഫ്രണ്ടിനെ ധനഞ്ജയ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ആരുടെ ഫോണാണ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് പോയപ്പോൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആ ഒരു ഫോൺ റാൻഡം ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഇയാൾ വിളിച്ചതാണെന്നുള്ളതായിരുന്നു. അങ്ങനെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസുകാർ അലേർട്ട് കൊടുക്കുകയാണ്. ഇവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുകയുണ്ടായി. അങ്ങനെ പോലീസുകാർ ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ അരിച്ചു പറക്കുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ ഫോട്ടോസും മറ്റുമൊക്കെ TV-യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അവിടെയുള്ള ഒരു ലോഡ്ജിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു ദിവസം ലോഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്ന ടൈമിൽ ഇവരെ രണ്ടുപേരെയും പോലീസുകാർ കൈയോടുകൂടെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷം പോലീസുകാർ ഇവർ രണ്ടുപേരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് നടന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നത്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാകുന്നത്. അതായത് ഈ ഒരു ധനഞ്ജയുടെ വീട് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അനിതയുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു മാർക്കറ്റിലോട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഈ പയ്യൻ വരുമായിരുന്നു. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ തന്നെ ഈ ഒരു പയ്യൻ വന്നപ്പോൾ ആ കറക്റ്റ് ടൈമിൽ അനിത അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരസ്പരം കാണുന്നത്. അതിനുശേഷം ഇവർ പരിചയപ്പെട്ടു, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാണ്. ആ ടൈമിൽ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, അമ്മയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മയുടെ ഫോൺ നൈസായിട്ട് അമ്മ കാണാതെ എടുത്തിട്ടൊക്കെ ആയിരുന്നു ഇവർ തമ്മിലുള്ള എന്താ പറയുക ഫോൺ വിളിയും മെസ്സേജും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ ഇഷ്യൂ ആവുന്നുള്ളത് അനിതയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സീക്രട്ടായിട്ടായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 2019-20 ടൈമിൽ കൊറോണ വരുന്നത്. കൊറോണ വന്നപ്പോൾ സ്കൂളും കോളേജും എല്ലാം പൂട്ടി എല്ലാം ഓൺലൈൻ ക്ലാസ്സിലോട്ട് തിരിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഫോണും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് പാരൻസ് വാങ്ങിച്ചു കൊടുത്ത കൂട്ടത്തിൽ അനിതയ്ക്കും ഒരു ഫോൺ കിട്ടി. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ധനഞ്ജയുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോൺടാക്റ്റും ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ കീപ്പ് ചെയ്ത് പോരുകയായിരുന്നു. പിന്നെ ഈ പെൺകുട്ടിയുടെ ചേട്ടൻ ഡെറാഡൂണിൽ നിന്ന് വന്നിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നത് ഏതാന്നുള്ളത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അച്ഛനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, ഈ അമ്മയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ പണി, അതേ പണി ഈ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഈ പെൺകുട്ടി റൂമിലിരുന്ന് ഇങ്ങനെ പഠിക്കുന്നത് പോലെ ഈ ഒരു പയ്യനായിട്ട് ചാറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ കോൾ ചെയ്യുന്നതൊന്നും ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീനേജ് പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയാണ്, സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക്
നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുണ്ടാവും ടീനേജിലുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രണയം അങ്ങനെ പോവാണ്. എന്നാൽ ഇഷ്യൂ തുടങ്ങിയത് എവിടെ വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛൻ കാണുകയാണ്. അതിനുശേഷം ആ പെൺകുട്ടിയെയും അതുപോലെ തന്നെ ആ ഒരു പയ്യനെയും ആൾ വാൺ ചെയ്തു, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്, നിങ്ങളെന്തായാലും രണ്ടുപേരും നന്നായിട്ട് പഠിക്കണം, ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യരുത്, ഇതിവിടെ വെച്ച് നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അച്ഛൻ രണ്ടുപേരെയും ഉപദേശിക്കുകയായിരുന്നു. എന്നാൽ അത് നിർത്താനായിട്ട് അവർ രണ്ടുപേരും തയ്യാറായിരുന്നില്ല. ഈ പെൺകുട്ടിയുടെ ഫോണും കാര്യങ്ങളൊക്കെ ജ്യോതിപ്രസാദ് വാങ്ങി വെക്കാണ്. എന്നാലും അമ്മയുടെ ഫോണിൽ നിന്ന് ആ ഒരു പയ്യൻ ഈ പെൺകുട്ടി കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇടയ്ക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഇവർ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ മീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു ജ്യോതിപ്രസാദ് അവിടെ എത്തുകയും അതേപോലെ തന്നെ ഇവരെ കാണുകയും ചെയ്തു. വീണ്ടും ഇത്തവണ ആൾ വയലൻ്റായി. തൻ്റെ മകളെയും അതുപോലെ തന്നെ ധനഞ്ജയെയും ആൾ എടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ധനഞ്ജയ് ആ പയ്യൻ്റെ വീട്ടിലോട്ടും പോയി, അനിതയാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലോട്ടും വന്നു. അന്ന് രാത്രി ഇതേപോലെ തന്നെ അമ്മയുടെ ഫോണിൽ നിന്ന് ആ ഒരു പയ്യനെ പെൺകുട്ടി വിളിക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല, നമുക്ക് ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ അച്ഛൻ പോലീസിലാണ്, നമ്മൾ എങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ കണ്ടുപിടിക്കും. അപ്പോൾ എന്താണ് ഒരു മാർഗം എന്നുള്ളത് ഈ പയ്യൻ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരുമിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് അച്ഛനെ ഇല്ലാതാക്കാമെന്നുള്ളതായിരുന്നു. ആദ്യം ഒരു പേടിയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഇവർ രണ്ടുപേരും കൂടെയും അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാമെന്നുള്ളത് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. ആസ് പെർ പ്ലാൻ ഡിസംബർ 15 ഈ CCTV ക്യാമറയുടെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ അനിത ഓഫ് ചെയ്ത് വെക്കുകയായിരുന്നു. ഇത് വീട്ടിൽ ആരും തന്നെ അറിഞ്ഞില്ല. അതേപോലെ തന്നെ അനിത ഒരു പയ്യനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് മാത്രമേ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. തൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർ പെട്ടെന്ന് ട്രാക്ക് ചെയ്യും എന്നുള്ള ഒരു ചിന്ത പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ട് അമ്മയുടെ ഫോണിൽ നിന്നായിരുന്നു ആ ഒരു പയ്യന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നത്. രാത്രി കഴിക്കാനുള്ള ഫുഡിൽ ഉറക്കഗുളികയും മറ്റുമൊക്കെ കലർത്തി കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കാം എന്നുള്ളതായിരുന്നു ധനഞ്ജയുടെയും അനിതയുടെയും പ്ലാൻ. അപ്പോൾ ആ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് ഉറക്കഗുളിക വേണമല്ലോ. ഈ ഉറക്കഗുളിക വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരെ ഒരു മെഡിക്കൽ സ്റ്റോറിലോട്ട് പോവാണ്. അപ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലാണ്ട് ഇത്തരത്തിലുള്ള മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കില്ല എന്നുള്ളത് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പറയാണ്. അതിനുശേഷം എങ്ങനെയൊക്കെയോ ഈ ഒരു പയ്യൻ ഒരു 10-12 ഉറക്കഗുളിക സുഹൃത്തുക്കളുടെയും മറ്റും സഹായത്തോടു കൂടി സംഘടിപ്പിച്ചു. അതിനുശേഷം വളരെ രഹസ്യമായിട്ട് ആരും കാണാതെ ആ ഒരു ഗുളിക അനിതക്ക് കൊണ്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം, അതായത് ഈ ഒരു കൃത്യം നടക്കുന്നതിൻ്റെ തലേന്ന് രാത്രി അവർക്ക് രണ്ടുപേർക്കും, അതായത് മാതാപിതാക്കൾക്ക് ഫുഡ് വിളമ്പിയത് അനിതയായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഉറക്കഗുളിക പൊടിച്ചതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ പാരൻസ് ആ ഒരു ഫുഡ് കഴിച്ചു, എന്നിട്ട് അവർ ഉറങ്ങാൻ പോയി കിടന്നു. ഈ പെൺകുട്ടി ഉറങ്ങാതെ തൻ്റെ കാമുകന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഈ പയ്യൻ തൻ്റെ വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടി എടുത്തിട്ടാണ് ഏകദേശം ഒരു 4 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും നേരെ അങ്ങോട്ട് എത്തുന്നത്, അതായത് അനിതയുടെ വീടിൻ്റെ അങ്ങോട്ട് എത്തുന്നത്. ആ ഒരു സമയത്ത് അനിത ഇതേപോലെ തന്നെ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വളരെ കാഷ്വലായിട്ട് ആ ഒരു ഡോഗിനെയും കൊണ്ട് വാക്കിനിറങ്ങാണ്. ഈ ഒരു പയ്യനോട് അവർ രണ്ടുപേരും നല്ല ഉറക്കാണ്, നീ പോയി ഇങ്ങനെ നിൻ്റെ കാര്യങ്ങൾ ചെയ്തോളാനായിട്ട് പറയുകയായിരുന്നു. സോ താൻ വാങ്ങിച്ച കത്തിയുമായിട്ട് ധനഞ്ജയ് നേരെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി. ഈ ഒരു ഉറക്കഗുളിക ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീലം ശർമ്മ എന്തൊക്കെയോ സൗണ്ട് കേട്ട് എഴുന്നേൽക്കുകയാണ്. അവർ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ കത്തിയും പിടിച്ച് നിൽക്കുന്ന ഒരാളെയായിരുന്നു കണ്ടത്. അവർ പെട്ടെന്നുകൊണ്ട് തന്നെ ഇങ്ങനെ വരികയായിരുന്നു. ധനഞ്ജയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു സ്ത്രീയെ ആ പയ്യനെ അറ്റാക്ക് ചെയ്യായിരുന്നു. പല സ്ഥലത്ത് കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. തൻ്റെ ഭാര്യയുടെ സൗണ്ട് കേട്ട് ജ്യോതിപ്രസാദും എഴുന്നേറ്റു. നേരെ ആളും വന്ന് ഇയാളെ തടയാനായിട്ട് നോക്കി. എന്നാൽ ജ്യോതിപ്രസാദിനെയും ഈ ഒരു പയ്യൻ കുത്തി വീഴ്ത്തുകയായിരുന്നു. ഓൾറെഡി ഒരു ഉറക്കഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ അവർ നല്ല ടയേർഡായിരുന്നു. അതായത് അവർക്ക് ഫുൾ സ്ട്രെങ്ത്തിൽ റെസ്പോണ്ട് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും ഈ ഒരു പയ്യൻ ഓവർ പവർ ചെയ്തിങ്ങേറ്റ് കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഡോഗിനെയും കൊണ്ട് പുറത്തിറങ്ങിയ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശൻ മൂത്രമൊഴിക്കാനായിട്ട് എഴുന്നേൽക്കുന്നതും അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പറയുന്നതും. അപ്പോൾ ഈ ഒരു പെൺകുട്ടി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധനഞ്ജയ് തൻ്റെ അമ്മയെ കുത്തുന്നതായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു അച്ഛൻ വരുന്നതും ഈ ഒരു അച്ഛനെയും ഈ ഒരു പയ്യൻ കുത്തി കൊലപ്പെടുത്തുന്നതും. അതിനുശേഷം വീട്ടിലെ ലോക്കറിൽ നിന്നും ഏകദേശം 1 ലക്ഷത്തോളം രൂപയും കുറച്ച് ഗോൾഡും കാര്യങ്ങളും കൂടെ ഈ ഒരു പെൺകുട്ടി എടുക്കുകയാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു ഡോഗിനെയും കൊണ്ട് ഇങ്ങേറ്റ് വാക്കിനിറങ്ങുകയായിരുന്നു ഈ ഒരു പെൺകുട്ടി. അപ്പോഴാണ് നൈബേഴ്സിലത്തെ ചിലർ ആ ഒരു പെൺകുട്ടിയെ കണ്ടത്.
അതിനുശേഷം ആരുമില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കിയ ശേഷം ഇവർ രണ്ടുപേരും വീട്ടിലത്തെ ഡോറും കാര്യങ്ങളെല്ലാം ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയായിരുന്നു. ധനഞ്ജയും അനിതയും CCTVയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വഴിയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വഴിയിലൂടെ ആയിരുന്നു അവിടെ നിന്ന് പുറത്തോട്ട് പോയത്. എന്നിട്ട് ഫ്രണ്ടിന് ആ ഒരു വണ്ടി കൊടുത്തു. എന്നിട്ട് തൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നിങ്ങേറ്റ് തൻ്റെ സ്വന്തം വണ്ടി എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് അവർ നേരെ ആ ഒരു രാജസ്ഥാൻ ബോർഡറിലോട്ട് പോവുകയായിരുന്നു. ധനഞ്ജയും തൻ്റെ സ്വന്തം ഫോൺ ഉപേക്ഷിച്ചിട്ടായിരുന്നു പോയത്. ഇനിയിപ്പോൾ ഒരു ഫോൺ ട്രാക്ക് ചെയ്തിട്ട് പോലീസുകാർ തങ്ങളുടെ പിന്നാലെ വരണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക് ഉണ്ടായത്. പിന്നീടാണ് ധനഞ്ജയ് ഇതേപോലെ തന്നെ റാൻഡമായിട്ട് ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് തൻ്റെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുന്നതും പോലീസുകാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ ആരെങ്കിലും വിളിക്കും എന്നുള്ളൊരു ചിന്തയിൽ എല്ലാവരുടെ ഫോൺ സർവൈലൻസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരെ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരെ പിടികൂടാനും പോലീസിനെ കൊണ്ട് സാധിക്കുകയായിരുന്നു. ഈ കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് അനിതയുടെ ബ്രദറായിട്ടുള്ള ഋഷഭും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഞെട്ടിപ്പോവാണ്. വെറും 10-16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുമെന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ടീനേജിൽ ഇങ്ങനെയുള്ളൊരു പ്രണയം വന്നു, വീട്ടിൽ പ്രശ്നമായി, അപ്പോൾ അച്ഛനോടും അമ്മനോടൊക്കെ സീനുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ഒളിച്ചോടാനൊക്കെ ആയിട്ട് ശ്രമിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും തൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീം ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. സോ ആ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്തത് അവർക്കൊക്കെ വിശ്വസിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. പിന്നെ ഈ ഒരു പെൺകുട്ടിക്ക് വെറും 16 വയസ്സ് പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ മൈനറാണല്ലോ. ഇപ്പോൾ മാക്സിമം ഒരു 3 വർഷമാണ് ആ ഒരു രീതിയിൽ എന്താ പറയുക കേസും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു ശിക്ഷ. എന്നാൽ ഈ ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെ മേജറായിട്ട് പരിഗണിച്ചിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ളൊരു തരത്തിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോടതി ഈ ഒരു കേസിൽ എങ്ങനെ വിധി പറയുമെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയൊക്കെയാണ് ഈ ഒരു കേസിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ടീനേജ് പ്രായത്തിൽ ഇപ്പോൾ നമ്മളായിക്കോട്ടെ അതേപോലെ തന്നെ ഇപ്പോൾ ടീനേജിൽ ഉള്ള ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയായിരിക്കും കുറേയൊക്കെ നമ്മൾ റിബലായിട്ടായിരിക്കും ആ ഒരു ടൈമിൽ ഇത് ചെയ്യുക. അതായത് പാരൻസ് പറയുന്നൊന്നും ശരിയല്ല, നമുക്കെല്ലാം അറിയാം, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളുണ്ടാവും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പാരൻസ് ശരിക്കും ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ പാരൻസ് ഈ ഒരു കുട്ടികളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ബോധം പാരൻസിനുണ്ടാവും. അപ്പോൾ അവരെ നല്ല രീതിക്ക് നടത്താനും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കാനും ഒക്കെ പാരൻസിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.